Hello students, welcome to the class of machine learning. നമ്മളിപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെക്റ്റർ സ്പേസ് എന്താണ്, വെക്റ്റർ സബ് സ്പേസ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നോക്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലീനിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് ലീനിയർ ഡിപ്പെൻഡൻസ്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും എന്താണ് എന്നുള്ളത് ഡെഫിനിഷൻ നോക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ബേസിസിൽ കുറേ പ്രോബ്ലംസ് നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ ലീനിയർ ഡിപ്പെൻഡൻസ് എന്താണ് എന്നുള്ളത് നോക്കാനായിട്ട് ആദ്യം നമ്മൾ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് എടുക്കുന്നു. ആ വെക്റ്റേഴ്സിനെല്ലാം x1, x2, etc. xk be the vectors in R, and they are said to be linearly dependent. It is said to be linearly dependent. Suppose there exist some scalars, some coefficients as alpha 1, alpha 2, etc. alpha k. In this, not all 0. എല്ലാ alpha valuesum 0 അല്ല. അതായത് alpha 1 maybe ചിലപ്പോൾ 0 ആയിരിക്കാം, alpha 2 is not equal to 0, alpha 3 is not equal to 0, and alpha 4 is equal to 0. ഇങ്ങനെ വരുവാണ്. എല്ലാം 0 അല്ല, not all 0. Then we use the condition that alpha 1 x1 plus alpha 2 x2 plus etc. alpha k xk is equal to 0. ഇത് ഡെഫിനിഷനാണ്. പക്ഷേ വർക്കിംഗ് കണ്ടീഷൻ വരുമ്പോൾ, അതായത് ഇതിനെ എങ്ങനെ നമ്മൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് എന്താണ് എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ അതിന് മെട്രിക്സ് ഫോമിൽ കാൽക്കുലേഷൻ എടുത്തിട്ട് നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് ചെയ്യും പോലെ തന്നെ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഡെഫിനിഷനായിട്ട് തന്നെ പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡെഫിനിഷനാണ്, നിങ്ങൾക്ക് ചോദിക്കാനും സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലീനിയർലി ഡിപ്പെൻഡൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ സെറ്റ് ഓഫ് ഓൾ വെക്റ്റേഴ്സ് എടുത്തിട്ട് ആ വെക്റ്റേഴ്സിനെയാണ് നമ്മൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വെക്റ്റേഴ്സിന് എല്ലാത്തിനും ഒരു കോഎഫിഷ്യൻറ്റ് വരുന്നുണ്ട്. ആ കോഎഫിഷ്യൻറ്റിൽ എല്ലാം 0 ആയിരിക്കണം എന്നില്ല. അപ്പോൾ സം കോഎഫിഷ്യൻസ് വിൽ ബി നോട്ട് ഈക്വൽ ടു 0, മേ ബി ഓൾ കോഎഫിഷ്യൻസ് നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടണം. അതായത് ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 എക്സെട്ര ആൽഫ k xk. ഇനി ഇതേ വെക്റ്റേഴ്സിനെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എപ്പോഴാണ് എന്നുള്ളത്, അതായത് ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആവണമെങ്കിൽ ഇതേ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവണം. അതായത് ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 എക്സെട്ര ആൽഫ k xk is equal to 0 on one condition such that അതിലെ കോഎഫിഷ്യൻസ് എല്ലാം 0 ആയാൽ മാത്രമേ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. അതായത് ഇതിപ്പോൾ ആൽഫ 1 ഈക്വൽ ടു 0, ആൽഫ 2 ഈക്വൽ ടു 0 എന്ന് വയ്ക്കുക. അപ്പോൾ x1ഉം x2ഉമാണ് നമ്മൾ എടുക്കുന്ന വെക്റ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതും? ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 എന്നല്ലേ നമ്മൾ എടുക്കുക. അതായത് ഇപ്പോൾ ആൽഫ വാല്യൂ എന്ന് പറയുന്നത്, ആൽഫ 1 എന്ന് പറയുന്നത് 0 ഇൻറ്റു x1 പ്ലസ് 0 ഇൻറ്റു x2, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന കോഎഫിഷ്യൻ്റ് അനുസരിച്ചിട്ട് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ k is equal to 0. അപ്പോൾ അങ്ങനെ 0 ആവണമെങ്കിൽ, അതായത് ഇങ്ങനത്തെ കോഎഫിഷ്യൻ്റ് ഈ കണ്ടീഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ വി സേ ദ കോഎഫിഷ്യൻസ്, അതായത് നമ്മളെടുക്കുന്ന കോഎഫിഷ്യൻസ് എല്ലാം 0 ആയി വരണം എന്നുള്ളതാണ്. ആ കോഎഫിഷ്യൻസ് എല്ലാം 0 അല്ല എങ്കിൽ ദെൻ വി സേ ഇറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് റൂൾ എന്താണെന്ന് നോക്കാം. അതായത് ഇതിന് നമ്മൾ എങ്ങനെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നോക്കണം. അതിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ ഈ ഡെഫിനിഷൻ ആദ്യം നിങ്ങൾ ഈ ഡെഫിനിഷനായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. പക്ഷെ അത് വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയല്ല, ഇതുപോലെയല്ല നോക്കുന്നത്. ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ കൊണ്ടുവരണം അവസാനം. ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 എക്സെട്ര ആൽഫ k ഈക്വൽ ടു 0. പക്ഷേ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ ആൽഫ 1 ഈക്വൽ ടു 1, ആൽഫ 2 ഈക്വൽ ടു 3, ആൽഫ 3 ഈക്വൽ ടു 4 അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ വി സേ ദാറ്റ് ഓൾ ദീസ് വാല്യൂസ് ആർ നോട്ട് ഈക്വൽ ടു 0. എന്നാലും നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടുവാണെങ്കിൽ വി സേ ഇറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അതേസമയം രണ്ടാമത്തതിൽ ഈ കണ്ടീഷൻ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അവിടുത്തെ കോഎഫിഷ്യൻസ് എല്ലാം എന്തായിരിക്കണം? 0 ആയിരിക്കണം. എങ്കിൽ മാത്രമേ ദിസ് ആൻസർ വിൽ ബി ഈക്വൽ ടു 0. ഇനി ഞാനിവിടെ വർക്കിംഗ് റൂൾ എങ്ങനെയാണെന്ന് പറയാനായിട്ട് 3 സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് എടുക്കുന്നുണ്ട്. ഒരെണ്ണം x1, x2, x3 എന്നെടുക്കുവാണ്. അതിന് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എടുക്കണം. അപ്പോൾ ഈ കോഎഫിഷ്യൻസ്, അതായത് x1 ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് തരുന്നതും, a1 b1 c1ന് പകരം കോൺസ്റ്റൻസ് ആയിരിക്കും തരുന്നത്. 1 2 3 എന്നോ 1 3 -1 എന്നോ എന്ത് കോഎഫിഷ്യൻസ്, നോൺ നെഗറ്റീവ് കോഎഫിഷ്യൻസോ, ചിലത് 0 ആയിരിക്കും. അങ്ങനെ കോഎഫിഷ്യൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ
വെക്ടറിനെയാണ് നമ്മൾ ഓരോ നൊട്ടേഷൻ കൊടുത്ത് എടുക്കുന്നത് x1 x2 x3 എന്ന്. ഇനി ഇതിനെ നമ്മൾ മെട്രിക്സ് ഫോമിലോട്ട് ആക്കിയിട്ട് അതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് നമുക്ക് എടുക്കണം. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കുമെന്ന് വെച്ചാൽ a,0 എന്ന ഓഗ്മെൻറ്റഡ് മെട്രിക്സ്, അതായത് എ മെട്രിക്സിൻ്റെ കൂടെ തന്നെ 0 മെട്രിക്സും കൂടി നമ്മൾ കൊടുത്ത് അതിന് എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ കാൽക്കുലേഷൻ കൊടുത്തതിന് ശേഷം റാങ്ക് ആർ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ റാങ്ക് ആണ്. റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് a,0 വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് ഇതാണ്, അതായത് എത്ര x1 x2 x3 x1 x2 x3 അല്ല, ഇറ്റ് ഈസ് α1 α2 α3 അങ്ങനത്തെ കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ ആ വാല്യൂസ് ഈക്വൽ ടു എന്താണ്, ഈ നമ്പർ ഓഫ് അൺനോൺസ് വന്നിട്ട് ഇങ്ങനെ ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ, ദാറ്റ് മീൻസ് α1 α2 α3 എല്ലാം സെയിം ആണെങ്കിൽ then we say that α1 equal to 0. നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ട, ഡയറക്റ്റായിട്ട് നമുക്ക് എഴുതാം. ഒരൊറ്റ യുണീക്ക് സൊല്യൂഷനേ ഉള്ളൂ, ദാറ്റ് ഇസ് α1 equal to 0 α2 equal to 0 α3 equal to 0 is the unique solution. ഇങ്ങനെ നമുക്ക് എഴുതാമെങ്കിൽ at once we can say that it is linearly independent. ഇനി linearly dependent ആണെങ്കിലോ r of a equal to r of a,0. that means rank of a equal to rank of the augmented matrix which is less than the number of unknowns. നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ α1 α2 α3 എന്ന കോഎഫിഷ്യൻസ് ആയിരിക്കുമല്ലോ നമ്മൾ എടുക്കുന്നത്. കാരണം x1 x2 x3 എല്ലാം വെക്ടറാണ് നമ്മൾ എടുക്കുന്നത്. ഈ വെക്ടറിൻ്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻ്റ് എന്താണ്? α1 α2 α3. ഈ α3 എന്ന് പറയുന്നത് സപ്പോസ് 3 ആണെങ്കിൽ റാങ്ക് ഇവിടെ 2 ആണ് വരുന്നത്, ഇതിനും റാങ്ക് 2 ആണ്. അപ്പോൾ റാങ്ക് ഓഫ് എ ഈക്വൽ ടു 2 ആൻഡ് റാങ്ക് ഓഫ് a,0 ഓഗ്മെൻറ്റഡ് മെട്രിക്സും 2 ആണ്. നമ്പർ ഓഫ് അൺനോൺസ് 3 ആണെങ്കിൽ വി സേ ദാറ്റ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് a,0 which is less than number of unknowns. Then the system has non-trivial solution. അങ്ങനെയാണെങ്കിൽ ഇതിന് കിട്ടുന്നത് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ്. എങ്കിൽ നമുക്ക് ഇവിടെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടുവാണെങ്കിൽ നമ്മളിവിടെ α1 വാല്യൂ α2 വാല്യൂ ആൻഡ് α3 വാല്യൂ നമ്മൾ കണ്ടെത്തണം. ഇത് കണ്ടെത്തിയതിന് ശേഷം α1 ഈക്വൽ ടു സപ്പോസ് നിങ്ങൾക്ക് 3 വരാം, α2 -1 വരാം, ഇതിന് α3 1 വരാം. ഇങ്ങനെ നമ്മൾ ഈ കോഎഫിഷ്യൻസിനെ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം we substitute the value in α1 x1 plus α2 x2 plus α3 x3. ഞാൻ എന്തിനാണ് ഇവിടെ α1 α2 α3 എന്ന് എടുക്കുന്നത്? കാരണം ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് x1 x2 x3 എന്ന 3 വെക്ടേഴ്സ് മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? α1 x1 plus α2 x2 plus α3 x3 is equal to 0. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 3x1 minus x2 plus x3 α3 is equal to 1 which is equal to 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ, അതായത് ഇഫ് യു ആർ ഏബിൾ ടു റൈറ്റ് ദിസ് ഇക്വേഷൻ, എങ്കിൽ ഇതാണ് ലീനിയർലി ഡിപ്പെൻഡൻ്റ്. ഇപ്പോൾ ഇതിൽ നോക്കിക്കേ, α1 is not equal to 0, ഇവിടെ ഇത് നോട്ട് ഈക്വൽ ടു 0, ഇതും നോട്ട് ഈക്വൽ ടു 0. പക്ഷേ നമുക്ക് കിട്ടുന്ന അവസാന ആൻസർ എന്താണ്? ദിസ് ഇസ് α1 പ്ലസ് α2 x2 പ്ലസ് α3 x3 ഈക്വൽ ടു 0 വരുന്നുണ്ട്. ദാറ്റ് മീൻസ് 3x1 മൈനസ് x2 പ്ലസ് x3 ഇസ് ഈക്വൽ ടു 0. പക്ഷേ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യേണ്ട, ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ കാൽക്കുലേഷൻ ചെയ്യേണ്ട. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സൊല്യൂഷൻ എഴുതാം. α1 ഈക്വൽ ടു 0, α2 ഈക്വൽ ടു 0 ആൻഡ് α3 ഈക്വൽ ടു 0. അതായത് യുണീക്ക് സൊല്യൂഷൻ, ഒരൊറ്റ സൊല്യൂഷനേ വരുവുള്ളൂ. അപ്പോൾ ഈ വെക്ടേഴ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എല്ലാ കോഎഫിഷ്യൻസും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ 3x1 മൈനസ് x2 പ്ലസ് x3 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടത്തക്ക രീതിയിൽ വരണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ മനസ്സിലായിട്ടില്ല എങ്കിൽ, അതായത് നമ്മളിവിടെ എടുത്തത് എന്താണ്? k വെക്ടേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിനെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇഫ് ദർ എക്സിസ്റ്റ് സം സ്കേലാസ് α1 x1 പ്ലസ് α2 x2 എക്സെട്ര αk xk ഈക്വൽ ടു 0, നോട്ട് ഓൾ 0 എങ്കിൽ നമുക്കിവിടെ സൊല്യൂഷൻ കണ്ടെത്തണം. അതായത് α1ൻ്റെ വാല്യൂ, α2ൻ്റെ വാല്യൂ, α3യുടെ വാല്യൂ എല്ലാം നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ
ഈ ഇക്വേഷൻ എപ്പോഴായിരിക്കും ഈക്വൽ ടു 0 ആവുക? അതിൻ്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസും 0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇവിടെ നമുക്ക് അതിന് വരേണ്ട കണ്ടീഷൻ റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ, 0 ദാറ്റ് ഇസ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് എന്നാണ് വരുന്നതെങ്കിൽ ഇറ്റ് ഇസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അതായത് ഒരു സൊല്യൂഷൻ മറ്റൊരു സൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പോൾ ആർബിട്രറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരും? അതായത് സപ്പോസ് ഒരു 3 എണ്ണത്തിന് ആൻസർ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ലെറ്റ് ആൽഫ 3 ഈക്വൽ ടു 1, ആൽഫ 3 ഈക്വൽ ടു -1 എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ബാക്കിയുള്ള വാല്യൂസ് എല്ലാം കണ്ടെത്താൻ പറ്റും. അപ്പോൾ വർക്കിംഗ് റൂളിൽ 2 കണ്ടീഷൻ വരുന്നുണ്ട്. ഒന്ന് ആർ ഓഫ് എ, റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ ആൽഫ 1, ആൽഫ 2, ആൽഫ 3 ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എഴുതാം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അതേസമയം ആർ ഓഫ് എ ഈക്വൽ ടു 0, ആർ ഓഫ് എ ഈക്വൽ ടു ആർ ഓഫ് augmented matrix a, 0 which is less than number of unknowns ആണ് വരുന്നതെങ്കിൽ അവിടെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വെക്ടേഴ്സ് എന്താണ്? ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ക്വസ്റ്റ്യൻ വരുന്നതിൽ നമ്മൾ എക്സ്ട്രാ ഒരു കാൽക്കുലേഷൻ കൂടി ചെയ്യണമെങ്കിൽ അത് ഈ ഒരു ഇതിന് പാർട്ടിനായിരിക്കും വരുന്നത്. ഇതിനങ്ങനെ വലിയ ഇത് വരത്തില്ല. നമുക്ക് ഇനി ഇതിൻ്റെ ബേസിസിൽ നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഷോ ദാറ്റ് ദ വെക്ടേഴ്സ്, അതായത് എത്ര വെക്ടേഴ്സ് തന്നിട്ടുണ്ട്? x1, x2, x3 എന്ന 3 വെക്ടേഴ്സ് നമ്മൾ എടുക്കുവാണ്. എടുത്തിട്ട് നമ്മൾ പറയുവാണ് ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അതായത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത് ഈ ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് ആൽഫ 3 ഈക്വൽ ടു 0, ഇതിൽ ആൽഫ 1, ആൽഫ 2, ആൽഫ 3 എന്ന് പറയുന്നത് നോട്ട് ഓൾ 0, ആൽഫ 1, ആൽഫ 2 ആൻഡ് ആൽഫ 3 നോട്ട് ഓൾ 0. എല്ലാം ചിലപ്പോൾ 1-2 0 വരാം, ചിലപ്പോൾ 0 വരത്തില്ല, എല്ലാം നോൺ 0 ആയിരിക്കും. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് വേണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. ആൻഡ് ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ ദം, അതായത് ഇതിന് സൊല്യൂഷൻ വാല്യൂ കണ്ടെത്തുന്നതാണ് ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ തന്നിരിക്കുന്ന വെക്ടേഴ്സ് x1, x2, x3 3 വെക്ടേഴ്സ്. അപ്പോൾ നമുക്ക് എത്ര കോഎഫിഷ്യൻസ് വേണം? 3 കോഎഫിഷ്യൻസ് വേണം. ഒരെണ്ണം ആൽഫ 1, ആൽഫ 2 ആൻഡ് ആൽഫ 3. നൗ യു സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ x1 വാല്യൂ, അതായത് ആൽഫ 1 ഇൻറ്റു 1, 2, 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു 2, 3, 3 പ്ലസ് ആൽഫ 3 ഇൻറ്റു ഹിയർ x3 is there -1 3 -3 0 that is equal to 0. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് എല്ലാ ടേംസിൻ്റെ ഫസ്റ്റ് നമുക്ക് കമ്പൈൻ ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ആൽഫ 1 പ്ലസ് 2 ആൽഫ 2 മൈനസ് ആൽഫ 3 വിച്ച് ഇസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് വൺ, അടുത്ത രണ്ടാമത്തത് 2 ആൽഫ 1 3 ആൽഫ 2 -3 ആൽഫ 3 ഈക്വൽ ടു 0. മൂന്നാമത് ആൽഫ 1 പ്ലസ് 3 ആൽഫ 2 പ്ലസ് 0 ആൽഫ 3 ഈക്വൽ ടു 0. ഇനി നമ്മൾ ഇതിനെ മെട്രിക്സ് ഫോമിലോട്ട് എടുക്കാൻ പോവുകയാണ്. മെട്രിക്സ് ഫോമിൽ എങ്ങനെ നമ്മൾ എടുക്കുന്നത്? അതായത് ഇതിൻ്റെ കോഎഫിഷ്യൻസ്, ഇപ്പം നമ്മൾ മെട്രിക്സ് ഫോമിൻ്റെ കോഎഫിഷ്യൻസ് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എത്ര അൺനോൺസ് വരുന്നുണ്ട്? അൺനോൺസ്, നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ അൺനോൺസ് ഹിയർ? ആൽഫ 1, ആൽഫ 2, ആൽഫ 3 3 അൺനോൺസ് എന്നാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അതേപോലെ 3x3 മെട്രിക്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ദിസ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഒരു കോളം വെക്ടർ വരുന്നത് 0, 0, 0 വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതിങ്ങനെ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. a ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് a, ഈ 0 മെട്രിക്സിൻ്റെയും കൂടെയാണ്. സോ a, 0 ഈക്വൽ ടു കമ്പൈൻ a മെട്രിക്സ് ആൻഡ് b മെട്രിക്സ്. ഇത് b അല്ല 0 മെട്രിക്സ്, ഇത് എയും ഇത് 0യുമാണ്. അപ്പോൾ a, 0 ഈക്വൽ ടു 1 2 -1 0 2 -3 -3 0 1 3 0 0. We are getting here. Now we have to do the Gauss elimination method. Gauss elimination means fix the first row. Fix first row അതേപോലെ എഴുതണം. അതിനുശേഷം നമുക്ക് സെക്കൻഡ് റോ, അതായത് സെക്കൻഡ് റോയ്ക്ക് എന്ത് കാൽക്കുലേഷനാണ് കൊടുക്കേണ്ടത്? 1ൻ്റെ താഴെ ബാക്കി 2 എൻട്രീസ് നമ്മൾ 0 ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിവിടെ ഫസ്റ്റ് R2ൻ്റെ കാൽക്കുലേഷൻ എന്താണ്? R2 is replaced with R2 minus 2R1. R3 is replaced with R3 minus R1. അപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഫസ്റ്റ് റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് സെക്കൻഡ് റോ എന്താണ്? 2 3 -3 0. ഇനി 2R1 2 ഇൻറ്റു R1 എന്താണ്? 1 ഇവിടെ ഫസ്റ്റ് റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. 2 4 -2 0. Now we have to subtract. അപ്പോൾ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ മൈനസ് ഇത് മൈനസ് പ്ലസ് ആവും. സോ now what he gets 2 - 2 0 -1. ഇവിടെയും എന്താ വരുന്നത്?
-1 ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മളിവിടെ 0 -1 ഇനി R3 മൈനസ് R1 ചെയ്തേ 1 -1 0 3 -2 1 0 മൈനസ് ഓഫ് -1 അപ്പോൾ +1 0 -0 0. ഇനി നമ്മൾ ഫസ്റ്റ് റോ വിട്ടേക്ക് സെക്കൻഡ് റോ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് റോ അതേപോലെ തന്നെ നമ്മളിവിടെ എഴുതുന്നു. ഫസ്റ്റ് റോ എങ്ങനെ എഴുതണം? അതായത് നമുക്കിവിടെ എടുക്കേണ്ട കാൽക്കുലേഷൻ ഫസ്റ്റ് റോയെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഫസ്റ്റ് റോയിൽ ഇവിടെ ഇനി ഇതിൻ്റെ താഴെ, അതായത് ഈ എൻട്രിക്ക് താഴെ സെക്കൻഡ് റോയിലെ ലീഡിങ് എൻട്രി എന്ന് പറയുന്നത് -1, അതിന് താഴത്തെ എൻട്രി നമുക്ക് 0 ആക്കണം. അപ്പോൾ 0 ആക്കണമെങ്കിൽ എന്താണ്? ഈ സെക്കൻഡ് പ്ലേസ് ഈ എലമെൻറ്റ് നമുക്ക് 0 ആക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അടുത്ത കാൽക്കുലേഷൻ, അതായത് സെക്കൻഡ് റോ ഫിക്സ് ചെയ്യുക. താഴെ ഒരേ ഒരു കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ R3ക്കുള്ള കാൽക്കുലേഷൻ എന്താ? R3 ഈസ് റീപ്ലേസ്ഡ് വിത്ത് R3 + R2 ഓൺ ആഡിങ് R2 ആൻഡ് R3 ഇവിടെ ആഡ് ചെയ്ത് 0 + 0 0 ദെൻ -1 + 1 0 -1 + 1 0 0 + 0 0. അപ്പോൾ ഇവിടെ നോക്കിക്കേ നമുക്ക് ലാസ്റ്റ് റോ ഫുള്ള് 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് A, 0. നൗ ഇൻ ദിസ് റാങ്ക് ഓഫ് മെട്രിക്സ്, ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ റാങ്ക്? യു മേ ഹാവ് ലേൺഡ് ഏർലിയർ. റാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ നമ്പർ ഓഫ് നോൺ സീറോ റോസ്. റിമെമ്പർ ദാറ്റ് റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒരു മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസ്. അപ്പോൾ നമുക്കിവിടെ നോൺ സീറോ റോ എത്ര എണ്ണം വന്നിട്ടുണ്ടെന്ന് നോക്കാം. എത്ര നോൺ സീറോ റോസ് വന്നിട്ടുണ്ട്? 2 എണ്ണം. ലാസ്റ്റ് റോ ഫുള്ള് 0 ആയതുകൊണ്ട് നമുക്കിത് എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് റോ. സോ റാങ്ക് ഓഫ് A, 0 ഈക്വൽ ടു 0. ഇനി ഇതിൽ നിന്ന് തന്നെ, അതായത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന മെട്രിക്സ് ഏത് ഫോർമാറ്റാ? A, 0. അപ്പോൾ A മെട്രിക്സും 0 മെട്രിക്സുമാണ്. അപ്പോൾ A മെട്രിക്സ് അതിൽ നിന്ന് പിന്നെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ആൻസർ 1 2 -1 0 -1 -1 0 0 0. ഇപ്പോൾ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 2. റാങ്ക് ഇസ് ഈക്വൽ ടു 2 ആണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ മെട്രിക്സിലെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണ്? 2 നോൺ സീറോ റോസ്. ഈ മെട്രിക്സിന് 2 നോൺ സീറോ റോസ്, അതുപോലെ ഈ മെട്രിക്സിനും 2 നോൺ സീറോ റോസ്. അപ്പോൾ നമുക്കിവിടെ വരുന്നത് R ഓഫ് A ഇസ് ഈക്വൽ ടു R ഓഫ് A, 0. റാങ്ക് ഓഫ് A ഈക്വൽ ടു റാങ്ക് ഓഫ് ദ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എത്ര? 2 ആൻസറും സെയിം ആണ്. 2 വിച്ച് ഇസ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന അൺനോൺസ് എത്രയാണ്? കാരണം നമ്മൾ ആർക്കാണ് വാല്യൂ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്? we are going to calculate the value for എന്താണ് alpha1 alpha2 ആൻഡ് alpha3ക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ എത്ര അൺനോൺസ് വരുന്നുണ്ട്? 3 അൺനോൺസ്. ദാറ്റ് ഇസ് alpha1 alpha2 ആൻഡ് alpha3. നൗ ഇപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ നോക്കിയതേ ഉള്ളൂ. ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? റാങ്ക് ഓഫ് A ഈക്വൽ ടു റാങ്ക് ഓഫ് A, 0 വിച്ച് ഇസ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ ദ സിസ്റ്റം ഹാസ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ ഇവിടെ എഴുതാമല്ലോ, നമുക്കിവിടെ എഴുതാം ദ സിസ്റ്റം ഹാസ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. സി the rank of A equal to rank of A, 0 equal to 2 which is less than number of unknowns. Number of unknowns is 3, that is alpha1 alpha2 alpha3, and the system has non-trivial solution, which means that the vectors, if you get a non-trivial solution, then the vectors x1 x2 x3 are linearly dependent. Hence the reduced system. What is the reduced system? That is A into x equal to 0. നമുക്കിവിടെ A ഇൻറ്റു എക്സിൽ എന്താണ് വരുന്നത്? അതായത് A മെട്രിക്സ് നമുക്കിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന പുതിയ മെട്രിക്സ്. ഇനി പഴയ മെട്രിക്സ് നമുക്ക് വേണ്ട. ഇനി നമ്മൾ പുതിയ മെട്രിക്സ് ആണ് എടുക്കാൻ പോകുന്നത്. ആ പുതിയ മെട്രിക്സ് ഏതാണ്? സി ഇതാണ്. A is 1 2 -1 0 -1 -1 0 0 0. അപ്പോൾ ഇവിടെ 1 2 -1 0 -1 -1 0 0 0 ഇൻറ്റു alpha1 alpha2 alpha3. കാരണം നമ്മളിവിടെ ആർക്കാണ് ഇക്വേഷൻ കണ്ടെത്തി വെച്ചിരിക്കുന്നത്? സി ഇവിടെ നമ്മൾ മെട്രിക്സ് ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ വേരിയബിൾ. x1 x2 x3 അല്ല, x1 x2 x3 വെക്റ്ററാണ് അവിടെ തന്നിരിക്കുന്നത്. ഇതിലിവിടെ തന്നിരിക്കുന്നത് alpha1 alpha2 alpha3യിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കോളം വെക്റ്ററിനെ നമ്മൾ alpha1 alpha2 alpha3 എന്ന് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? A ഇൻറ്റു alpha1 alpha2 alpha3 ഈക്വൽ ടു 0 എന്ന് എഴുതുക. എഴുതിയതിന് ശേഷം ഇനി ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം എന്തായിരിക്കും വരിക? alpha1 + 2 alpha2 - alpha3 ഈക്വൽ ടു 0. ഇനി രണ്ടാമത്തെ റോയിൽ നമുക്ക് ഫസ്റ്റ് എൻട്രി 0 ആണ്. അപ്പോൾ എന്താ വരിക? 0 alpha1 - alpha2 - alpha3.
that is equal to 0. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നതിൽ എന്താണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമുക്ക് എത്ര ഇക്വേഷൻസ് ഇവിടെ വരുന്നുണ്ട്? നമുക്കിവിടെ 2 ഇക്വേഷൻ വരുന്നുണ്ട്. പക്ഷേ അതിൽ വരുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ് വരുന്നത്? ആൽഫ 1, ആൽഫ 2 ആൻഡ് ആൽഫ 3 ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര അൺനോൺസ് വരുന്നുണ്ട്? 3 അൺനോൺസ്. പക്ഷെ നമുക്ക് എത്ര ഇക്വേഷൻ കിട്ടി? 3 അൺനോൺസ് ആൻഡ് എത്ര ഇക്വേഷൻ വരുന്നുണ്ട്? 2 ഇക്വേഷനാണ് വരുന്നത്. നമുക്കിവിടെ 3 അൺനോൺസ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് ആൽഫ 1, ആൽഫ 2, ആൽഫ 3 ആണ് നമുക്കുള്ളത്. എന്നാൽ നമ്മൾ ഇവിടെ എന്താ ചെയ്യുക? ഈ വാല്യൂസ്, അതായത് ഇതിനകത്തുനിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ കാര്യം? ഇതിൽ ആൽഫ 1 + 2 ആൽഫ 2 - ആൽഫ 3 = 0. അപ്പോൾ ഒന്നെങ്കിൽ എന്തായിരിക്കണം? 2 കോഎഫിഷ്യൻ്റ് ആയിരിക്കണം. സപ്പോസ് ഇങ്ങനെ ആൽഫ 1 + 2 ആൽഫ 2, ആൽഫ 3 വേണ്ട, ഇല്ലാതെ ദെൻ 0 ആൽഫ 1 - ആൽഫ 2. 2 ഇക്വേഷൻ 2 കോഎഫിഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ബട്ട് 3 ഇക്വേഷൻ 3 കോഎഫിഷ്യൻസ് ആണെങ്കിൽ ആൽഫ 1, ആൽഫ 2, ആൽഫ 3 3 ഇക്വേഷൻസ് വരുന്നുണ്ട്, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ 2 ഇക്വേഷനാണ്. 2 ഇക്വേഷനും എത്ര വേരിയബിൾസും വരുന്നുണ്ട്? 3 വേരിയബിൾസ് വരുന്നുണ്ട്. സോ ഇതിൽ ആൽഫ 1, ആൽഫ 2, ആൽഫ 3, സെക്കൻഡിൽ ആൽഫ ഇല്ല, മൈനസ് ആൽഫ 2 - ആൽഫ 2 - ആൽഫ 3 = 0 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണ്. അതായത് 2 ഇക്വേഷൻസ്. ഹൗ മെനി ഇക്വേഷൻസ്? 2 ഇക്വേഷൻസ് ആൻഡ് ഹൗ മെനി അൺനോൺസ്? 3 അൺനോൺസ്. ഇതാണ് നമുക്ക് സൊല്യൂഷൻ പ്രോപ്പറായിട്ട് വരാത്ത, അതായത് യുണീക്ക് സൊല്യൂഷൻ ഇവിടെ കിട്ടത്തില്ല. ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ നമുക്കിവിടെ ഇഷ്ടം പോലെ കിട്ടും. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു വെക്ടറിന് ഇതിൽ ആൽഫ 1-നോ ആൽഫ 2-ക്കോ ആൽഫ 3-ക്കോ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഞാനായിട്ട് ഒരു ആർബിട്രറി വാല്യൂ വിട്ടു കൊടുക്കുവാണ്. സപ്പോസ് ആൽഫ 3 = 1, നമ്മളിവിടെ 1 ആണ് ഇടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആൽഫ 3 = നമുക്ക് എന്തിടാം? -1 എന്ന് ഇടാം. ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു വെക്ടർ ഇവിടെ ഇടാം. ഇടുമ്പോഴത്തേനും സെക്കൻഡ് ഇക്വേഷൻ എന്താവും? അതായത് നമ്മളതാണ് ലെറ്റ് ആൽഫ 3 = 1. ഈ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് -ആൽഫ 2 - ആൽഫ 3യുടെ വാല്യൂ എന്താണ്? -1. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് -ആൽഫ 2 = -ആൽഫ 3. അപ്പുറത്ത് പോകും ആൽഫ 3 എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ +ആൽഫ 3. അങ്ങനെയാണെങ്കിൽ =1. -ആൽഫ 2 = 1. ഹെൻസ് ആൽഫ 2 = -1 എന്ന് കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് ആൽഫ 3 നമ്മൾ അസ്യൂം ചെയ്ത്, നമ്മളിത് അസ്യൂം ചെയ്ത് എടുക്കണം. അല്ലാണ്ട് ഇവിടെ നമ്മൾ ഒരു ആൻസർ കിട്ടി, ഒരു ആൻസർ കൊടുത്തപ്പോൾ മറ്റൊരു ആൻസർ കിട്ടി, ആൽഫ 2 ആൽഫ 3. ഇപ്പം നമ്മുടെ കയ്യിൽ 2 ആൻസർ ഉണ്ട്, ആൽഫ 1-ഉം ആൽഫ 2-ഉം ആൽഫ 3-യും. ഇതെടുത്ത് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൽഫ 1 കിട്ടും. ആൽഫ 1 + 2 × -1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? -2 - 1. അപ്പോൾ ആൽഫ 1 - 3 = 0. ഹെൻസ് ആൽഫ 1 = 3. നമുക്കിവിടെ വരുന്ന വെക്റ്റേഴ്സ് ഏതൊക്കെയാണ്? ആൽഫ 1 = 3, ആൽഫ 2 = -1 ആൻഡ് ആൽഫ 3 = 1 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാ ആൻസേഴ്സിനെയും കൊണ്ടുപോയി നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇക്വേഷൻ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാട്ട് ഈസ് ഇക്വേഷൻ എ? ആൽഫ 1 x1 + ആൽഫ 2 x2 + ആൽഫ 3 x3 = 0. ദ ഫസ്റ്റ് ഇക്വേഷൻ, നമ്മൾ അസ്യൂം ചെയ്ത ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷനിൽ ആൽഫ 1-ൻ്റെ വാല്യൂ, ആൽഫ 2-ൻ്റെ വാല്യൂ, ആൽഫ 3-യുടെ വാല്യൂ നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അന്നേരം നമുക്ക് എന്താ വരിക? 3x1 - x2 + x3 = 0 is the relation connecting these 3 vectors x1, x2, x3. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കേ, 3x1 - x2 + x3 = 0 അങ്ങനെ വരുന്നുണ്ട്. കാരണം അതായത് കോഎഫിഷ്യൻസ് എല്ലാം നോട്ട് ഈക്വൽ ടു 0 ആണ്. 3 - 1 ഇവിടെ +1. ബട്ട് ആ ഇക്വേഷൻ ഈക്വൽ ടു 0 വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ ആൽഫ വാല്യൂസും 0 അല്ല, നമുക്കിവിടെ എല്ലാ ആൻസേഴ്സും നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് ആൽഫ 1 = 3 വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0, ആൽഫ 2 = -1 വിച്ച് ഇസ് ഓൾസോ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഹെൻസ് ആൽഫ 3 = 1 വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. സോ ഇങ്ങനെ 3 കേസസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക? ദിസ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും.
കിട്ടുന്നുണ്ട്. അതേസമയം ഇത് എവിടെയാണ് പോസിബിൾ? ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് മാത്രമാണ്, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ റിലേഷൻ കണ്ടെത്തേണ്ടി വന്നത്. നമുക്ക് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ സൊല്യൂഷൻ കണ്ടെത്തി ആൽഫ 1, ആൽഫ 2, ആൽഫ 3യുടെ വാല്യൂ എടുക്കേണ്ടി വന്നത്. അതേസമയം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഈ കാൽക്കുലേഷൻ ഒന്നും തന്നെ നമുക്ക് വേണ്ട. നമുക്ക് കിട്ടുന്ന സൊല്യൂഷനിൽ റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ, 0 വിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് എന്നാണ് വരുന്നതെങ്കിൽ, വി സേ ദാറ്റ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദിസ് ആൻസർ ഇസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതാണ് ആൽഫ 1 ഈക്വൽ ടു 0, ആൽഫ 2 ഈക്വൽ ടു 0 ആൻഡ് ആൽഫ 3 ഈക്വൽ ടു 0 എന്ന് നമുക്ക് തന്നെ എഴുതാം. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഇനി നമുക്ക് ഇപ്പം നമ്മളെടുത്ത വെക്റ്റർ ഏതാണ്? ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. എന്നിട്ട് നമ്മളിവിടെ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഷോ ദാറ്റ് ദ വെക്റ്റേഴ്സ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ ദ വെക്റ്റേഴ്സ്. ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ ദ വെക്റ്റേഴ്സ്. ആ റിലേഷൻ ഏതാണ്? 3x1 - x2 + x3 ഈക്വൽ ടു 0 ഇസ് ദ റിലേഷൻ കണക്റ്റിംഗ് ദീസ് വെക്റ്റേഴ്സ്. അപ്പോൾ അതിലെ കോഎഫിഷ്യൻസ് എല്ലാം എന്താണ്? നോട്ട് ഈക്വൽ ടു 0. ഇനി നമുക്ക് അടുത്തതൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് x1 ഈക്വൽ ടു 1 3 - 1, x2 ഈക്വൽ ടു 2 - 1 5, x3 ഈക്വൽ ടു -1 4 6 ഓർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? ആൽഫ 1 x1 ബൈ ഡെഫിനേഷൻ ആൽഫ 2 x2 + ആൽഫ 3 x3 ഈക്വൽ ടു 0. അപ്പോൾ നമ്മളിവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമ്മൾ ഇങ്ങനെ വരുന്നോ നോക്കണം. റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ, 0 വിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? വി ക്യാൻ സേ ദാറ്റ് ആർ ഓഫ് എ ഈക്വൽ ടു ആർ ഓഫ് എ, 0 ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് ആണ് വരുന്നതെങ്കിൽ വി സേ ദാറ്റ് ഇറ്റ് ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. അവിടെ ട്രിവിയൽ സൊല്യൂഷൻ, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ട്രിവിയൽ സൊല്യൂഷൻ, ഇവിടെ യുണീക്ക് സൊല്യൂഷൻ. ഉടനെ നിങ്ങൾക്ക് എഴുതാം ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 ഈക്വൽ ടു ആൽഫ 3 ഇസ് ഈക്വൽ ടു 0 എന്ന്. സി, നമ്മളിവിടെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ്? ഇതിൽ ആൽഫ 1 × 1 3 - 1, ആൽഫ 2 × 2 - 1 5, ആൽഫ 3 × -1 4 6 ഈക്വൽ ടു 0. നൗ ആൽഫ 1 ഫസ്റ്റ് നമ്മൾ എല്ലാത്തിൻ്റെ ഫസ്റ്റ് കോഎഫിഷ്യൻറ്റും കമ്പൈൻ ചെയ്യും. അപ്പോൾ എന്താ വരിക? ആൽഫ 1 + 2 ആൽഫ 2 - ആൽഫ 3 ഈക്വൽ ടു 0. നെക്സ്റ്റ് വൺ, ഇത് 0 ക്യാൻ ബി റിട്ടൺ 0, 0, 0 ഇങ്ങനെ എഴുതാം. ഇനി 3 ആൽഫ 1 - ആൽഫ 2 + 4 ആൽഫ 3 ഈക്വൽ ടു 0. നൗ ഇനി ലാസ്റ്റ് വൺ, -1 - ആൽഫ 1 + 5 ആൽഫ 2 + 6 ആൽഫ 3 ഈക്വൽ ടു 0. അതും നമ്മൾ ഇവിടെ എഴുതുന്നു. എഴുതിയതിന് ശേഷം ഇതിൻ്റെ മെട്രിക്സ് ഫോർമാറ്റ് നമുക്ക് എടുക്കണം. മെട്രിക്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം എടുക്കുക. അപ്പോൾ നമുക്ക് 3 ലീനിയർ ഇക്വേഷൻസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 3 ലീനിയർ ഇക്വേഷൻസ്. അതിലെ വേരിയബിൾസ് ഏതൊക്കെയാണ്? ആൽഫ 1, ആൽഫ 2 ആൻഡ് ആൽഫ 3. ഇതാണ് ഇതിലെ വേരിയബിൾസ്. ഇനി നമുക്കിതിൻ്റെ മെട്രിക്സ് ഫോം എഴുതുമ്പോൾ 1 2 -1 3 -1 4 -1 5 6 into alpha 1, alpha 2, alpha 3 and that is a 0 0 0. ഇനി ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്താണ്? a, 0. a, 0 എന്ന് പറയുമ്പോൾ മെട്രിക്സ് ഫോമിൽ എ മെട്രിക്സിൻ്റെയും 0 മെട്രിക്സിൻ്റെയും കൂടി എഴുതുക. എഴുതിയതിന് ശേഷം നമുക്ക് ഇവിടെ ഫസ്റ്റ് റോ ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്യുമ്പോൾ താഴെ എത്ര കാൽക്കുലേഷൻ വരുന്നുണ്ട്? R2 - 2 3 R1ഉം പിന്നെ ഇതിന് താഴെ അടുത്തത് ഇവിടെ 0 ആക്കണം. ഇവിടെ -1 അവിടെ +1. അപ്പോൾ ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ എന്താ വരിക? R3 ഈസ് റീപ്ലേസ്ഡ് വിത്ത് R3 + R1 എന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ എന്താണ്? 3 - 3 ഈക്വൽ ടു എന്താണ്? 0. ദെൻ R2 -1 -2. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? R2 - 3 R1. അപ്പോൾ -2 -1 -3 × 2. അപ്പോൾ -6 -1 -7 ആണ്. ഇനി 4 × -3 ആണ്. -3 -3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 -3 -1ൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് 4ൻ്റെ കൂടെ സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? -4 -3 -7 എന്നാണ് ഇവിടെ വരുന്നത്. ലാസ്റ്റ് ടേം 0 - 0 0. ഇനി ലാസ്റ്റ് R3ക്ക് നോക്കാം. R3ക്ക് എന്താണ്? R1ഉം R3യും ആഡ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? -1 + 1 എന്താ? 0. 5 + 2 7. 6 - of -1
5 ആണ്. 0 0 0. സോ ദെയർഫോർ വാട്ട് യു ഗെറ്റ് ഹിയർ? ഇല്ല, ഇതിൽ നമ്മൾ ആഡിങ് ആണല്ലോ ചെയ്യുന്നത്. -1 + 1 0, 5 + 2 7, 6 പ്ലസ് -1. അപ്പോൾ 6 - 1 = 5. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് റോ നമ്മൾ അങ്ങ് വിട്ടേച്ച് ഇനി അടുത്ത സെക്കൻഡ് റോ ഫിക്സ് ചെയ്യുക. താഴെ എത്ര കാൽക്കുലേഷൻ വേണ്ടി വരും? ഒരു കാൽക്കുലേഷൻ. ഇവിടുത്തെ എൻട്രി, ലീഡിങ് എൻട്രി എന്ന് പറയുന്നത് -7 ആണ്. -7ൻ്റെ താഴെ നമുക്ക് 0 കൊണ്ടുവരണം. -7ൻ്റെ താഴെ ഒരു 0 കൊണ്ടുവരണം. അതിനായിട്ട് ഇവിടെ -7ഉം ഇവിടെ +7ഉം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടെണ്ണത്തിനെയും നമുക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ R2 + R3 എന്ന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ എന്താണ്? സി ഹിയർ 1 2 -1 0 0 -7 7 0. ഇവിടെ ലാസ്റ്റ് റോ R3 is replaced with R3 + R2. അപ്പോൾ നമ്മൾ 7 പ്ലസ് -7 എന്താ? 0. 5 + 7 ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര വരുന്നത്? 12 ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു റോ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കാൽക്കുലേഷൻ കൊടുക്കാനുണ്ടോ? ഫസ്റ്റ് റോ ഫിക്സ് ചെയ്തു, താഴെ 2 റോസിൻ്റെ കാൽക്കുലേഷൻ കൊടുത്തു. അടുത്തത് നമ്മൾ സെക്കൻഡ് റോ ഫിക്സ് ചെയ്തു, അപ്പോൾ താഴെ ഒരു റോ ഉണ്ടായിരുന്നു, ആ ഒരു റോയ്ക്കും കാൽക്കുലേഷൻ കൊടുത്തു. ഇനി നമ്മുടെ കയ്യിൽ കാൽക്കുലേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? R(a, 0) ദാറ്റ് ഇസ് ഈക്വൽ ടു, അതായത് റാങ്ക് ഓഫ് ദിസ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ഇത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഏതാണ്? a, 0. സോ ദെയർഫോർ ദിസ് ന്യൂ മെട്രിക്സ്. ഇനി നമ്മൾ പഴയ മെട്രിക്സിനെ നമ്മൾ എടുക്കാറില്ല, അതായത് ഒറിജിനൽ ക്വസ്റ്റ്യനിൽ തന്ന മെട്രിക്സ് നമ്മൾ എടുക്കാറില്ല. പകരം നമ്മൾ ഇവിടെ ലാസ്റ്റ് വന്ന ആൻസർ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ റാങ്ക് ഓഫ് ദിസ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു എത്ര? നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണ്? ഹൗ മെനി നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആർ ഹിയർ? 3 റോസ് വരുന്നുണ്ട്. അപ്പം നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഈക്വൽ ടു 3 ആണ്. കാരണം ഇത് നോട്ട് ഈക്വൽ ടു എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം ഇതിൽ ഒരു എലമെൻറ്റ് നോട്ട് ഈക്വൽ ടു 0, ബാക്കി 3 എലമെൻറ്റ്സും ഈക്വൽ ടു 0 ആണ്. ഇനി ഇതിൽ നിന്ന് എ മെട്രിക്സിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യുക. ഇത് 0 മെട്രിക്സിൻ്റെയാണ്, ബാക്കിയുള്ളത് എ മെട്രിക്സ്. അപ്പോൾ എ ഈസ് ഈക്വലൻ ടു 1 2 -1 0 -7 7 0 0 12. അപ്പോൾ നമ്മൾ ഈ പുതിയ മെട്രിക്സിൻ്റെ റാങ്ക് എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് a, 0. റാങ്ക് ഓഫ് എ എത്ര? 3. റാങ്ക് ഓഫ് എ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഓൾസോ 3. നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? ഇറ്റ് ഈസ് α1 α2 α3. അപ്പോൾ 3 അൺനോൺസ്. റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് a, 0 ഈക്വൽ ടു 3 വിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. അപ്പോൾ നമ്മൾ എന്താ പറയുക? ഈ സിസ്റ്റം എന്താണ്? ഇറ്റ് ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. കാരണം അത് യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? ലീനിയർലി വെക്റ്റേഴ്സ് ആർ ലീനിയർലി linearly independent. Hence we say that α1 plus equal to α2 equal to α3 which is equal to 0 is the unique solution. ഇവിടെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്താണ് നോക്കിയത്? ലാസ്റ്റ് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തണമായിരുന്നു. അതായത് നമ്മൾ അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ഇക്വേഷനിൽ നമ്മൾ ആ ഫൈനൽ ഇക്വേഷനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് α1 α2 α3 റിലേറ്റ് ചെയ്യുന്ന 3 ഇക്വേഷൻസ് അല്ലെങ്കിൽ 2 ഇക്വേഷൻ നമുക്ക് കിട്ടിയതിന് ശേഷം അതിനെ നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് α1 α2 α3യുടെ വാല്യൂസ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഇക്വേഷൻ എയിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പക്ഷേ ഇവിടെ നമുക്ക് അതൊന്നും തന്നെ വേണ്ട. കാരണം നമുക്കിവിടെ എന്താണ്? നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന മെട്രിക്സിൽ യുണീക്ക് സൊല്യൂഷൻ ആണ്. കാരണം നമുക്കിവിടെ സൊല്യൂഷൻ എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റിൽ നമുക്ക് വരുന്ന സൊല്യൂഷൻ α1 x1 പ്ലസ് α2 x2 പ്ലസ് α3 x3 ഇസ് ഈക്വൽ ടു 0 എന്നാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്താണ്? ഇതിൽ നമ്മൾക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് α1 ഈക്വൽ ടു 0, α2 ഈക്വൽ ടു 0 ആൻഡ് α3 ഈക്വൽ ടു 0. കാരണം ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ആണ്, ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഒരാൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് 3 വെക്റ്റേഴ്സും വരുന്നത്. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻസ് മാത്രം ആ വെക്റ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുമോ? ഇല്ല. അതായത് അതിൽ നമുക്കിവിടെ എടുത്തിരിക്കുന്ന x1 x2 x3 is linearly independent. So we can say that the coefficients α1 plus α2 x2 plus α3 x3 is equal to 0. ഇതിൽ നമ്മൾ എന്താ? സിൻസ് ദേ ആർ ഇൻഡിപെൻഡൻ്റ് ആയത് കാരണം ഇതിലെ ഒരു ആൻസറും അടുത്ത ആൻസറിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അതുപോലെ സെക്കൻഡ് ആൻസർ ആരെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്തായിരിക്കണം? അപ്പോൾ α1 ഈക്വൽ ടു 0, α2 ഈക്വൽ ടു 0 ആൻഡ് α3 ഈക്വൽ ടു 0 ആയിരിക്കണം. ഹെൻസ് വി സേ ദാറ്റ് ദ വെക്റ്റേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അങ്ങനെ നമ്മൾ 2 ക്വസ്റ്റ്യൻ ഇവിടെ നോക്കി. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, നോക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ആർ ദ ഫോളോയിങ് വെക്റ്റേഴ്സ് x1 x2 x3 x4 is linearly dependent
if so, find the relation connecting these 4 vectors. So now here ഇവിടെ 1 2 3 2 ആണ്. കണക്റ്റിംഗ് ദീസ് 4 വെക്ടേഴ്സ് നമ്മൾ റിലേഷൻ കണ്ടെത്തണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റിലേഷൻ എങ്ങനെയാണ് എഴുതുന്നത്? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആൽഫ 1 ആൽഫ 2 ആൽഫ 3 ആൽഫ 4 എന്ന് എടുക്കണം. അപ്പോൾ നമ്മൾ ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 പ്ലസ് ആൽഫ 3 x3 പ്ലസ് ആൽഫ 4 x4. നമ്മളിവിടെ ആൽഫ 1ഉം ആൽഫ 2 ആൽഫ 3 ആൻഡ് ആൽഫ 4 എല്ലാത്തിൻ്റെ ആൻസറും നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എടുത്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഇക്വേഷൻ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അന്നേരം നമുക്ക് ആൽഫ 1 ഇൻറ്റു ഫസ്റ്റ് വെക്റ്റർ x1ൻ്റെ ആൻസർ, ആൽഫ 2 ഇൻറ്റു സെക്കൻഡ് വൺ, ആൽഫ 3 ഇൻറ്റു ദ തേർഡ് വൺ ആൻഡ് ആൽഫ 4 ഇൻറ്റു ദ ഫോർത്ത് വെക്റ്റർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി നമ്മൾ എല്ലാത്തിൻ്റെ ഫസ്റ്റ് ടേം എടുക്കുക. ഫസ്റ്റ് ടേം എന്താണ്? ആൽഫ 1 മൈനസ് ആൽഫ 2 പ്ലസ് ആൽഫ 3 മൈനസ് ആൽഫ 4 ഈക്വൽ ടു 0. ഇനി നമുക്ക് രണ്ടാമത്തെ എടുക്കാം. 2 ആൽഫ 1 പ്ലസ് ആൽഫ 2 പ്ലസ് 3 ആൽഫ 3 and minus 5 alpha 4 is equal to 0. മൂന്നാമത്തെ ഇക്വേഷൻ മൈനസ് ആൽഫ 1 പ്ലസ് 2 ആൽഫ 2 പ്ലസ് 1 ഇൻറ്റു ആൽഫ 3 പ്ലസ് 4 ഇൻറ്റു ആൽഫ 4 വരുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ലാസ്റ്റ് ഇക്വേഷൻ ആൽഫ 1 പ്ലസ് 2 ആൽഫ 2 പ്ലസ് 2 ആൽഫ 3 മൈനസ് 4 ആൽഫ 4 ഇസ് ഈക്വൽ ടു 0. അങ്ങനെ നമുക്ക് 4 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മെട്രിക്സ് ഫോം എഴുതണം. മെട്രിക്സ് ഫോം എഴുതുമ്പോൾ ഇതിലെ കോഎഫിഷ്യൻസ് ഇപ്പോൾ ഏതൊക്കെയാണ് വേരിയബിൾസ്? ഇപ്പോൾ നമുക്കിവിടെ വേരിയബിൾസ് എന്ന് പറയുന്നത് ആൽഫ 1 ആൽഫ 2 ആൽഫ 3 ആൻഡ് ആൽഫ 4. സോ 4 വെക്റ്റേഴ്സാണ് നമുക്കിവിടെ വരുന്നത്. ഇതിൽ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. ആദ്യം മെട്രിക്സ് ഫോം എഴുതുക. എ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എ മെട്രിക്സ് എന്ന് പറയുന്നത് ഇതാണ്, എ മെട്രിക്സ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ 0 നമ്മൾ എഴുതാൻ പോവുകയാണ്. വാട്ട് ഈസ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ 0? See here, the augmented matrix is equal to നമ്മൾ സീറോ മെട്രിക്സിനെയും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുന്നു. എഴുതിയതിന് ശേഷം ഫസ്റ്റ് റോ ഫിക്സ് ചെയ്യുമ്പോൾ താഴെ എത്ര റോസ് ഉണ്ട്? 3 റോ. അതായത് 1 0 0 0 എന്ന ഫോർമാറ്റിലാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിനായിട്ട് R2ൻ്റെ കാൽക്കുലേഷൻ എന്താ? R2 മൈനസ് 2R1. R3ക്ക് എന്താണ്? ഇവിടെ 0 ആക്കണമെങ്കിൽ ഇവിടെ -1 + 1 ആണ്. അപ്പോൾ R3 + R1. ദെൻ മൂന്നാമത്തത് R4ന് R4 മൈനസ് R1 എന്ന് കൊടുക്കാം. സോ R4 ഈസ് റീപ്ലേസ്ഡ് വിത്ത് R4 മൈനസ് R1. സോ നമ്മളിവിടെ കാൽക്കുലേഷൻ കൊടുക്കുമ്പോൾ 3 1 - 3 0 വരുന്നുണ്ട്. അതായത് 2 - 2 0 -1 + 2 that is 3 3 - 3 0 -5 - 3. സോ -5 + 3 ഈക്വൽ ടു നമുക്കിവിടെ എന്താ വരുന്നത്? അതായത് ഇവിടെ വരുന്നത് ഏതാണ്? -5 -2 ഇൻറ്റു -1. അപ്പോൾ -5 + 2 ഈക്വൽ ടു -3 ആണ് ഇവിടെ വരുന്നത്. സോ നെക്സ്റ്റ് വൺ ഇവിടെ -1 + 1 0 2 + 1 it is equal to adding. So 2 - 1 1 1 - 1 0 and 4 - 1 it is equal to 3 and 0 - 0 0. Next one 1 - 1 is 0, then 2 minus of -1 + 1 അപ്പോൾ 3 2 - 1 1 then -4 + 1 -3 ലാസ്റ്റ് വൺ 0. അങ്ങനെ നമുക്കിത് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് റോ ഫിക്സ് ചെയ്തപ്പോൾ താഴെ 3 കാൽക്കുലേഷൻ നമ്മൾ കൊടുത്തു. ഇനി സെക്കൻഡ് റോ ഫിക്സ് ചെയ്യുക. സെക്കൻഡ് റോ ഫിക്സ് ചെയ്യുമ്പോൾ താഴെ എത്ര കാൽക്കുലേഷൻ വേണ്ടി വരും? R3യും R4ഉം വേണം. അപ്പോൾ R3യിൽ നമ്മൾ എങ്ങനെ എഴുതും? 3 ഇൻറ്റു R3. ഈ റോയിൽ ഒരു 3 കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും? 3 - 3 ഈക്വൽ ടു. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 3 - 3 എന്ന് പറയുമ്പോൾ എത്ര? 0 2 into 3 അപ്പോൾ 6 - 1 it is equal to 5 and 3 minus 3 into 3 9 minus 3 minus of minus plus 3. So 3 into 3 minus of minus 3 that is equal to 9 plus 3 equal to 12 ആണ് ഈ എൻട്രി വരുന്നത്. Then here 0 at last 3 - 3 0 1 - 1 0 -3 plus 3 equal to 0. ഇവിടെ 0. അങ്ങനെ ലാസ്റ്റ് എൻട്രിയും 0 നമുക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് അപ്പോൾ ഫസ്റ്റ് റോ ഫിക്സ് ചെയ്തു. സെക്കൻഡ് താഴെ 3 കാൽക്കുലേഷൻ കൊടുത്തു.
സെക്കൻഡ് റോ ഫിക്സ് ചെയ്തപ്പോൾ താഴെ നമ്മൾ 2 കാൽക്കുലേഷൻ കൊടുത്തു. ഇനി തേർഡ് റോ ഫിക്സ് ചെയ്യുമ്പോൾ താഴെ ഒരു റോ കാൽക്കുലേഷൻ വേണം. പക്ഷെ നമുക്കിവിടെ ഫോർത്ത് റോ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫോർത്ത് റോ ഈസ് 0, എല്ലാ വാല്യൂസും 0 ആണ്. ദെയർഫോർ എ ഈസ് ഈക്വലൻ ടു, അപ്പോൾ നമുക്ക് ഫോർത്ത് റോയ്ക്ക് കാൽക്കുലേഷൻ വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മൾ ഇത്രയുമാണ് എ മെട്രിക്സ്, ഇത് ഇത്രയും ഏതാണ്? ഇത് ഇത്രയും എ മെട്രിക്സ്, ഇത് 0 മെട്രിക്സ്. അപ്പോൾ എ ഈസ് ഈക്വലൻ ടു, ഇനി നമ്മൾ പഴയ മെട്രിക്സ് ക്വസ്റ്റ്യനിൽ തന്ന മെട്രിക്സ് എല്ലാം മറന്നേക്കണം. എന്നിട്ട് നമ്മൾ എന്താ വരിക? 1 minus 1 1 minus 1 0 3 1 minus 3 0 0 0 5 12 0 0 0 വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ഓഫ് ദിസ് മെട്രിക്സ്, ഈ മെട്രിക്സിൻ്റെ റാങ്ക് എത്രയാണ്? ഗിവൺ മെട്രിക്സ് ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോൺ സീറോ റോസ്. അപ്പോൾ എത്ര? 1 2 3 വരുന്നുണ്ട്. അപ്പോൾ റാങ്ക് ഓഫ് എ 0 ഈസ് 0. ഇനി എ മെട്രിക്സ് എടുത്തു, ഇവിടെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്ര? 1 2 3. അപ്പോൾ റാങ്ക് ഓഫ് എ ഓൾസോ ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്താ വരുന്നത്? റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ 0 ഈക്വൽ ടു 3 വിച്ച് ഇസ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. നമ്മുടെ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആൽഫ 1 ആൽഫ 2 ആൽഫ 3 ആൽഫ 4 ആണ് നമ്മുടെ ആൻസേഴ്സ്. അപ്പോൾ ഇവിടെ റാങ്ക് വരുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിന് ഏത് സൊല്യൂഷനാണ്? നോൺ ട്രിവിയൽ സൊല്യൂഷൻ. അപ്പോൾ ദ വെക്ടേഴ്സ് x1 x2 x3 x4 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഹെൻസ് ദ റെഡ്യൂസ്ഡ് സിസ്റ്റം, what is the reduced system? So a into x equal to 0 എന്ന കോഎഫിഷ്യൻറ്റ് എഴുതുക. ആൽഫ 1 മൈനസ് ആൽഫ 2 പ്ലസ് ആൽഫ 3 മൈനസ് ആൽഫ 3. നെക്സ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ 3 ഇൻറ്റു ആൽഫ 2 മൈനസ് പ്ലസ് ആൽഫ 3 മൈനസ് 3 ആൽഫ 4 ഇസ് ഈക്വൽ ടു 0. ലാസ്റ്റ് വൺ 5 ആൽഫ 3 പ്ലസ് 12 ആൽഫ 4 ഇസ് ഈക്വൽ ടു 0. സോ നമ്മളിവിടെ ആൽഫ 4 ഇസ് ഈക്വൽ ടു 1 ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താണ് വരുന്നത്? 3 ഇക്വേഷൻസ് ആണ് വരുന്നത്. 3 ഇക്വേഷൻസ് ആർ ഗിവൺ ഹിയർ ആൻഡ് 4 കോഎഫിഷ്യൻസ്. ഹൗ മെനി കോഎഫിഷ്യൻസ്? ആൽഫ 1 ആൽഫ 2 ആൽഫ 3 ആൻഡ് ആൽഫ 4 ആർ ദ കോഎഫിഷ്യൻസ്. സോ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു ആർബിട്രറി വാല്യൂ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ടേക്ക് എനി വൺ ആൻഡ് ആർബിട്രറി വാല്യൂ. ലെറ്റ് ആൽഫ 4 ഈക്വൽ ടു 1 എന്നോ മൈനസ് 1 എന്നോ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൽഫ 3 ഈക്വൽ ടു മൈനസ് 12/5 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ 2 ആൻസർ ഉണ്ട്. ഈ 2 ആൻസറും കൊണ്ടുപോയി ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അന്നേരം നമുക്ക് എന്തായിരിക്കും വരുന്നത്? ഇക്വേഷൻ 2ൽ ഇടുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ ഇതാണ്ട്. ഇക്വേഷൻ 2ൽ ഇടുമ്പോൾ ആൽഫ 2 ഈക്വൽ ടു 9/5 കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആൽഫ 2 ഈക്വൽ ടു 9/5, ആൽഫ 3 ഈക്വൽ ടു മൈനസ് 12/5, ആൽഫ 4 ഈക്വൽ ടു 1 എല്ലാം എടുത്ത് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ആൽഫ 1 മൈനസ് 9/5 മൈനസ് 12/5 മൈനസ് 1 ഈക്വൽ ടു 0. സോ ആൽഫ 1 മൈനസ് 21/5 മൈനസ് 1, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ 1 ഈക്വൽ ടു 26/5 എന്ന് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട്. സോ എവിടെ? ഇക്വേഷൻ നമ്പർ എയിൽ ആൽഫ 1 ആൽഫ 2 ആൽഫ 3 ആൽഫ 4നെ നമ്മൾ ഇക്വേഷൻ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എ എന്താണ്? ആൽഫ 1 x1 പ്ലസ് ആൽഫ 2 x2 പ്ലസ് ആൽഫ 3 x3 പ്ലസ് alpha 4 x4 equal to 0. And that implies 26/5 x1 plus 9/5 x2 minus 12/5 x3 plus x4 equal to 0. That implies എന്താണ്? 26 x1 plus 9 x2 minus 12 x3 plus cross multiply ചെയ്യുമ്പോൾ plus 5 x4 equal to 0. കാരണം 5 ഇവിടെ വരുമ്പോൾ എന്തായി പോവും? 0 ആയി പോവും. So that this is the relation. അതായത് 26x1 plus 9x2 minus 12x3 plus 5x4 is equal to 0. ഒരു ഇക്വേഷൻ ഈക്വൽ ടു 0 എന്ന് നമ്മൾ പറയുന്നു. ബട്ട് അതിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം ഈക്വൽ ടു 0 ആണോ? ഇല്ല. ഹിയർ ആൽഫ 1 ഈക്വൽ ടു 26/5 which is not equal to 0. Alpha 2 equal to 9/5 which is also not equal to 0. Alpha 3 equal to minus 12 which is also not equal to 0. And alpha 4 equal to 1. സോ വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. അങ്ങനെ നമ്മൾ 4 വെക്റ്റേഴ്സ് എടുത്തു. അങ്ങനെ ഇതാണ് ഈ റിലേഷൻ. അപ്പോൾ ആൽഫ 1 ആൽഫ 2 ആൽഫ 3 ആൽഫ 4ഉം 0 അല്ല, ബട്ട് ദ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 0. സോ ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വെക്റ്റേഴ്സ് x1 x2 x3 ആൻഡ് x4. So hope you could have understood this. We have taken here 3 problems. So regarding linearly independent and linearly dependent. Linearly dependent means what is the condition here? We have to take the equations and say
that find out alpha 1, alpha 2, alpha 3, alpha 4 and we substitute in the equation. So linearly independent ആണെങ്കിൽ which is equal to 0 but alpha 1, alpha 2, alpha 3 will be equal to 0 also. ആ ഒരു കണ്ടീഷൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. Their unique solution, ഇവിടെ non-trivial solution. So these are the two concepts based on linearly independence and linearly dependence. Okay.